ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിനേക്കാളും അടിപൊളിയായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഫസ്റ്റിലൊക്കെ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ക്ലൈമാക്സ് ഒക്കെയാണ് ഭയങ്കര പീക്ക് മൊമെന്റ്സിലോട്ട് വരാം. പക്ഷെ ഇതിനകത്ത് കുറേ മൊമെന്റ്സ് അങ്ങ് എടുത്ത് പറയുന്നുണ്ട്. കുറേ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും കുറേ ഗൂസ് ബംസ് ആയിരുന്ന കുറേ മൊമെന്റ്സ് എനിക്ക് പടത്തിൽ കിട്ടി. എടുത്തു പറയേണ്ടത് ഋഷഭ് ഷെട്ടി തന്നെയാണ്. പുള്ളിയുടെ ഡയറക്ഷനും പോലെ തന്നെ പുള്ളിയുടെ ആക്ടിങ്ങും അടിപൊളിയായിട്ട് തോന്നി. എസ്പെഷ്യലി ആ ക്ലൈമാക്സും പിന്നെ പോസ്റ്റിനുള്ള സീനൊക്കെ ഒരു സീനുണ്ട്, അതൊക്കെ ഭയങ്കര കിടുവായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിനേക്കാളും കിടുമെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ സെക്കൻഡ് പാർട്ട് തന്നെ ഫിലിംസ് ഫസ്റ്റിന്റെ ആ ലെവലിൽ വരാറില്ല, പക്ഷെ ഇത് ഫസ്റ്റിന് മേലെ പോയെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അന്യഭാഷ പോകുമ്പോൾ പുള്ളിക്ക് ഒരു കോമാളി റോൾ കിട്ടുന്ന കുറേ പേര് പറയാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ നല്ലൊരു റോള്, അതിന് അത്യാവശ്യം നല്ല സ്ക്രീൻ ടൈമും നല്ലൊരു വേഷം, ക്ലൈമാക്സിലൊക്കെ ആയാലും പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടർ എടുത്തു പറഞ്ഞാൽ രുക്മിണി വസന്തിന്റെ ഹീറോയിന്റെ റോളാണ്. പുള്ളിക്കാരി ജസ്റ്റ് ഒരു ഐക്യൻ്റെ റോളല്ല, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ലാസ്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റോള് പുള്ളിക്കാരി നല്ല അടിപൊളിയാക്കി.